നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +2 പബ്ലിക് എക്സാം ഫിസിക്സ് പരീക്ഷ കഴിഞ്ഞു സാറേ. ഞങ്ങളുടെ കോൺഫറൻസ് പോയി ഭയങ്കര ടഫായിരുന്നു ക്വസ്റ്റ്യൻ. അതുകൊണ്ടാണ് ഈ ഫിസിക്സിന്റെ പരീക്ഷ കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. എനിക്കൊന്നും നല്ല ശതമാനം ആൾക്കാരും വീഡിയോ ഇട്ട് കാണാൻ ചാൻസ് ഇല്ലായിരിക്കാം. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. എവിടാണ് ടഫ്, എന്താണ് ടഫ്, എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. സ്കിപ്പ് ചെയ്യാതെ കാണാതിരിക്കുക. ഇതാണ് നിങ്ങളുടെ ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ. വളരെ വ്യക്തമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ കാര്യങ്ങൾ പറയുന്നതായിരിക്കും. കാരണം നിങ്ങൾക്ക് നല്ലപോലെ അടുത്ത ദിവസത്തെ പരീക്ഷകൾക്ക് കോൺഫിഡൻസ് തരുന്ന രീതിയിലായിരിക്കും ഉറപ്പായിട്ടും ഇത് കൃത്യമായിട്ട് അനലൈസ് ചെയ്താണ് പറയുന്നത്. അല്ല ചുമ്മാ ഒരിക്കലും പറയത്തുമില്ല. ആദ്യം തന്നെ പറയാം, മോഡൽ എക്സാം ഫിസിക്സിന്റെ +2ന്റെ മോഡൽ എക്സാം വളരെ ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പഠിക്കുന്ന ഓഫ്ലൈൻ കുട്ടികളോടും ഓൺലൈൻ കുട്ടികളോടും എല്ലാം പറയുന്നുണ്ട് വളരെ ഈസി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വളരെ ഈസി ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്രയും ഈസി ക്വസ്റ്റ്യൻ ചോദിക്കാൻ പാടില്ലെന്നാണ് യഥാർത്ഥം. കാരണം കുട്ടികൾക്ക് ഭയങ്കരമായ പ്രതീക്ഷകൾ വരും. കാരണം അതിനകത്ത് 2 മാർക്കും 1 മാർക്കും 3 മാർക്കിൻ്റെ 4 മാർക്കിൻ്റെ 5 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ ഒരു ശകലം പോലും ഇൻഡയറക്റ്റ് ആയിട്ടൊന്നും ഇല്ലാതെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. ആ ക്വസ്റ്റ്യൻസ് കാണുന്ന കുട്ടികൾക്ക് 100 അല്ല 1000 മടങ്ങ് കോൺഫിഡൻസ് വരും. നിങ്ങൾക്ക് കമൻസ് ഉറപ്പായിട്ട് ഇടാം മാഷ് എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നേരം 100% കോൺഫിഡൻസ് കിട്ടും. അത് ഭയങ്കര എളുപ്പമായിരുന്നു മോഡൽ എക്സാം. അന്നേരം പലരും ചോദിക്കാറുണ്ട് ഇനിയുള്ള എക്സാംസ് പാടായിരിക്കുമോ എന്നുള്ളത്. അതിനുള്ള ഉത്തരം ആദ്യം ഞാൻ പറയാം. ഒരിക്കലും ഒരു അധ്യാപകൻ, എല്ലാ അധ്യാപകരും ആഗ്രഹിക്കുന്നത് കുട്ടികൾ നന്നായിട്ട് പരീക്ഷ എഴുതണം തന്നെയാണ്. ചിലപ്പം ചില ക്വസ്റ്റ്യൻസ് ചിലപ്പം ടഫാകാം, ചിലത് ആവറേജ് ആകാം, ചിലപ്പോൾ എളുപ്പമാകാം. നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ നമ്മുടെ മാക്സിമം പഠിച്ചുകൊണ്ട് പോവുക. ദൈവം നമുക്ക് നല്ല മാർക്ക് തരും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു അധ്യാപനം എന്നുള്ള രീതിയിൽ നമ്മളൊരു സ്റ്റുഡൻ്റ് ആയിരുന്നപ്പോഴും നമ്മളും അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. മാക്സിമം പഠിക്കുക. ഒരു സബ്ജക്റ്റ് ഇച്ചിരി മോശമായി എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത സബ്ജക്റ്റ് നമ്മൾ പഠിക്കാതെ പോയിട്ട് എന്ത് പ്രയോജനം ഇല്ല, ഒരു പ്രയോജനമില്ല. നമ്മൾ മാക്സിമം നന്നായിട്ട് പഠിക്കുക. ഇനി ഈ ക്വസ്റ്റ്യനെ കുറിച്ച് വരുമ്പം ഞാൻ പറഞ്ഞു മോഡൽ എക്സാമിനെ അപേക്ഷിച്ച് പബ്ലിക് എക്സാം വ്യത്യാസം. ഇനി ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ കേട്ട് നോക്കുക. ഇപ്പോൾ ഉദാഹരണം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ ഒരു ക്വസ്റ്റ്യൻ. വേവ് ഫ്രണ്ട്, അയണൈസേഷൻ എനർജി, ഡൈപോൾ മൊമെന്റ്, ഫോഴ്സ് ആൻഡ് ടോർക്ക് ഓൺ എ ഡൈപോൾ പ്ലേസ് ഇൻ എ ഇലക്ട്രിക് ഫീൽഡ്, ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് പ്രോപ്പർട്ടീസ്, മൂവിംഗ് ഗാലനോമീറ്റർ, കൺവേർഷൻ ഗാലനോമീറ്റർ ഇൻറ്റു അമ്മീറ്റർ, ഹൈജീൻസ് പ്രിൻസിപ്പിൾ, സ്നെൽസ് ലോ, ഗോസ് സീറോ ഇൻ മാഗ്നറ്റിസം, അതിന്റെ പ്രോബ്ലം, ഹാഫ് വേവ് റെക്ടിഫയർ, കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് പാരലൽ, കിർച്ചോഫ് ലോ ഇൻ അക്കോർഡൻസ് കൺസർവേഷൻ ഓഫ് എ സി ജനറേറ്റർ ആൻഡ് വർക്കിംഗ് എ പ്രിൻസിപ്പിൾ, സിമ്പിൾ മൈക്രോസ്കോപ്പ്, ഗോസസ് തിയറം, വാട്ട് ഈസ് മീൻ ബൈ ലോറൻസ് ഫോഴ്സ്, പിന്നെ റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം, ഇംപിഡൻസ്. ഇത്രയും ക്വസ്റ്റ്യൻസ് എഴുതിയാൽ, ഇത് നിങ്ങൾ 55 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുക. ഞാനത് ഡിസ്ക്രിപ്ഷനകത്ത് ഇട്ടേക്കാം. ചുമ്മാതെ മാഷ് പറഞ്ഞെന്ന് പറയരുത്. ഇത്രയും ക്വസ്റ്റ്യൻസ് എഴുതിയാൽ പോലും നിങ്ങൾക്ക് 40 എബോവ് കിട്ടും, 40 എബോവ് കിട്ടും. പക്ഷേ ഞാൻ ഉൾപ്പെടെ പറയുന്നു, ഇതിനകത്തെ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഓരോന്ന് എടുത്ത് പറയാം. 5 മാർക്കിന്റെ ക്വസ്റ്റ്യനകത്ത് 27ാമത്തെ ക്വസ്റ്റ്യൻ 5ൽ 4 ക്വസ്റ്റ്യനിൽ 3 ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി. ഒരെണ്ണം ചോയ്സ് ഉണ്ട്. പക്ഷേ അതിനകത്ത് ഒരു ഇൻഡയറക്റ്റ് എന്നോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒരു രീതിയിലും ചെയ്യാൻ നല്ലപോലെ അസാധാരണ CBSE ഒക്കെ ചോദിക്കുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ചോദിച്ചു. 27A വാട്ട് ഈസ് ലോറൻസ് ഫോഴ്സ്. ഇന്നലെ ഞാൻ പറഞ്ഞതാണ്, ഇറ്റ് ഈസ് എ സം ഓഫ് ഇലക്ട്രിക് ഫോഴ്സ് ആൻഡ് മാഗ്നറ്റിക് ഫോഴ്സ് F = QE + Q × V × B എന്ന് പറയുന്നത് രണ്ടും കൂടെ കൂട്ടുന്നതാണ്. പക്ഷേ അതിന് താഴെ ഒരു പടം തന്നിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ വെലോസിറ്റിയെ കണ്ടുപിടിക്കാനുള്ള ഒരു 3 ക്വസ്റ്റ്യൻ. ആ 3 ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണെന്ന് ചോദിച്ചാൽ സിമ്പിൾ അല്ല എന്ന് തന്നെ ഉത്തരം പറയും. ഇപ്പൊ റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം, ആ എസ്സെ ഡിറൈവ് ചെയ്ത് നമ്മുടെ നോട്ട്സിനകത്തോടെ എസ്സെ ഡിറൈവ് ചെയ്തിട്ട് ആംഗിൾ ഓഫ് വാട്ട് ഈസ് മീൻ ബൈ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ചോദിച്ചാൽ ഉറപ്പായിട്ടും അതിനകത്ത് തന്നെ അതിന് ഉത്തരവ് ഉണ്ടായിരുന്നു. അത് ചിലപ്പോൾ എഴുതുന്നവർക്കൊക്കെ മാർക്ക് കിട്ടും. പക്ഷെ അവിടെ പോലെ 26ന്റെ ബി, കാൽക്കുലേറ്റ് ദി വാല്യൂ ഓഫ് ദി പോയിന്റ് ചാർജ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒന്നും കുട്ടികൾ പ്രതീക്ഷിക്കുന്നില്ല. അവിടെ എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുന്ന സ്ഥാനത്താണ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വന്നത്. അന്നേരം 4 മാർക്ക് ക്വസ്റ്റ്യൻസ് വലിയ പ്രശ്നമില്ല. അതിനകത്തെ 22ന്റെ ബി ഒന്നും വലിയ കുഴപ്പമില്ല. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും കുഴപ്പമില്ല. 5 മാർക്ക് അങ്ങനൊരു താരതമ്യേന എനിക്കൊരു സ്ഥിരം ശൈലിയിലുള്ള ക്വസ്റ്റ്യൻ അല്ല. ഇപ്പം ഹൈജീൻസ് പ്രിൻസിപ്പിൾ, സ്നെൽസ് ലോ വെച്ച് ഇതൊക്കെ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പിന്നെ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് അതിനകത്ത് എടുത്തു പറയേണ്ടതാണ്. 2 മാർക്ക് 3 മാർക്ക് അത്രയും പ്രശ്നങ്ങളായിട്ട് തോന്നിയില്ല. 2 മാർക്കിനകത്ത് അങ്ങ് എളുപ്പമല്ല. ഇപ്പം ഡിഫൈൻ വേവ് ഫ്രണ്ട്, അയണൈസേഷൻ എനർജി, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എഴുതുക. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് 3, ഇൻസ്റ്റന്റേനിയസ് കറണ്ട് 4. പക്ഷെ
അങ്ങ് ഡയറക്റ്റ് അങ്ങ് വാട്ട് ഈസ് മീൻ ബൈ അല്ലെങ്കിൽ വാട്ട് ഈസ് അല്ലെങ്കിൽ ബയോട്ട് സവാർഡ്സ് ലോ, ഇപ്പം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഇല്ല. അത് 1 മാർക്കിനാണെങ്കിലും അങ്ങനൊരു വളരെ ഈസി ക്വസ്റ്റ്യൻ അല്ല, എഴുതാം, ഇച്ചിരി ആലോചിച്ചു ഒക്കെ എഴുതേണ്ടതാണ്. പൊതുവെ പറഞ്ഞാൽ ഇത് അതിഗംഭീര കടുപ്പമാണോ എന്ന് ചോദിച്ചാൽ ഒരു രീതിയിലും എഴുതാൻ പറ്റാത്ത ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് വെച്ചാൽ നിങ്ങൾ പല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ പോലും അല്ലെങ്കിൽ ഒരു 10 ക്വസ്റ്റ്യൻ പോലും 2 ക്വസ്റ്റ്യൻ പോലും എഴുതാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത്രയും ടഫായിട്ട് ക്വസ്റ്റ്യൻസ്. അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻസ് വലിയ കുഴപ്പമില്ല, എന്നാൽ അതിഗംഭീര ക്വസ്റ്റ്യനും അത്ര എളുപ്പമല്ല. നമ്മൾ ആരും ക്വസ്റ്റ്യൻ പേപ്പർ ഇന്നലെ കിട്ടിയിട്ട് ഒരാഴ്ച മുമ്പ് ക്വസ്റ്റ്യൻ പേപ്പർ പബ്ലിക്കേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ട് ക്വസ്റ്റ്യൻസ് ഇടുന്നതല്ല. എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ ഈ സാധാരണ അധ്യാപകർ ഇടുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുന്നതാണ്. അന്നേരം അത് 99% വരാം, 1% വരാതിരിക്കാം, ചില ക്വസ്റ്റ്യൻസ് വരാതിരിക്കാം. അത് ഓട്ടോമാറ്റിക്കലി ലോകത്തിലെ ഏത് അധ്യാപകർക്കും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. ഇപ്പം കേരളത്തിൽ എത്രയോ ചാനൽസ് ഉണ്ട്, സ്കൂളിലെ അധ്യാപകർ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസും വരണമെന്നുണ്ട്, ഒരിക്കലുമില്ല. നിങ്ങൾക്ക് കമൻസ് ഇടാം, എല്ലാവരും എല്ലാ രീതിയിലുള്ള വീഡിയോസ് ഇട്ടുണ്ടായിരിക്കും. അന്നേരം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത ദിവസം ബയോളജിയുടെ നിങ്ങൾ ശ്രദ്ധിച്ചേക്കുക, ബയോളജിയുടെ മാത്സിൻ്റെ കെമിസ്ട്രിയുടെ ഒക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഇതേപോലെ ഇടും. അത് ചിലപ്പം നിങ്ങൾ ചിലപ്പോൾ അന്നേരം പഠിച്ചുകൊണ്ട് പോകാതെ അത് നന്നായിട്ട് ചിലപ്പം വരികയും ചെയ്യും. നമുക്കൊന്നും പ്രെഡിക്റ്റബിൾ അല്ല. പ്രിഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചുമ്മാതെ ഈ ക്വസ്റ്റ്യൻസ് ഈ 10 മാത്രം പഠിച്ചുകൊണ്ട് പോകൂ, ഈ 10 ചോദിക്കും എന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയ ഒരാൾക്ക് അത് പറയാൻ പറ്റില്ല. നമുക്കത് കിട്ടാത്ത സ്ഥിതിക്ക് നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ ഒരിക്കലും പറ്റത്തില്ല. പിന്നെ ഇതാണ് നിങ്ങൾക്ക് തന്നെ പറയാം, ഈ ഒരു രീതി, അതായത് നമ്മൾ മോഡലിനെ പ്രതീക്ഷിച്ചിട്ട് നമ്മൾ പബ്ലിക് എക്സാമിന് പോകുമ്പോൾ അത്ര സുഖകരമല്ല എന്നാണ് ഒരു അധ്യാപകൻ എന്നുള്ള രീതിയിൽ, അധ്യാപകൻ എന്നുള്ള എൻ്റെ രീതിയിലും കേരളത്തിലെ എല്ലാ അധ്യാപകരുടെയും ഫിസിക്സ് അധ്യാപകരുടെയും ഉറപ്പായിട്ടും മനസ്സിലായിരിക്കും. ഒരുപാട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒരുപാട് നമ്മൾ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ പോലും ചില കൊനസ്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ട് പിള്ളേർക്ക് ആ ഒരു കോൺഫിഡൻസ്, നല്ലപോലെ എഴുതേണ്ട ഒരു കോൺഫിഡൻസ് ചിലപ്പോൾ നഷ്ടപ്പെട്ട് കാണും. പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ടത്, നാളെ ഒരു ദിവസം ഗ്യാപ്പേ ഉള്ളൂ ബയോളജി, അത് കഴിഞ്ഞ് 2 ദിവസം ഗ്യാപ്പേ ഉള്ളൂ കെമിസ്ട്രി. ഇതെല്ലാം നമ്മൾ നന്നായിട്ട് എഴുതണം. ഒരു പരീക്ഷയ്ക്ക് ഇച്ചിരി കോൺഫിഡൻസ് കുറഞ്ഞു അല്ലെങ്കിൽ 1-2 ക്വസ്റ്റ്യൻ തെറ്റി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്ത ദിവസവും നന്നായിട്ട് പഠിച്ചാലേ നമുക്ക് മാർക്ക് കിട്ടും. എല്ലാത്തിനെയും അതിജീവിക്കുന്ന കുട്ടികളാണ് എപ്പോഴും ടോപ്പിലെത്തുന്നത്. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അടുത്ത എക്സാമിന് വേണ്ടി നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന വീഡിയോസ് എല്ലാം ചെയ്യും. നിങ്ങൾ 55 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ ഇപ്പോഴും ഞാൻ അതിനകത്ത് ഡിസ്കഷൻ 2 മണിക്കൂറിൻ്റെ വീഡിയോയും ഒക്കെ നിങ്ങൾക്ക് കണ്ടു നോക്കാം. ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഇതിലുള്ളതാണ്. പക്ഷേ എല്ലാ ക്വസ്റ്റ്യൻസും അല്ല എന്ന് ഉറപ്പിച്ച് പറയും. കാരണം എനിക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം, അങ്ങനെ പറയുന്നത് തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ഒരു അധ്യാപകനാണ്. അന്നേരം ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം എഴുതിയിട്ടുള്ളവർക്ക് ഈ പറഞ്ഞ മാർക്ക് സിമ്പിളായിട്ട് കിട്ടും. 40+ അല്ലെങ്കിൽ 45+ എബോ ഈസി ആയിട്ട് കിട്ടും. A+ കിട്ടുന്ന കുട്ടികൾ കാണും. പക്ഷെ പ്രതീക്ഷിച്ച പോലെ ഒന്നും എഴുതാൻ ഞാൻ കുട്ടികൾ കാണും. എന്നിട്ട് നിങ്ങൾക്ക് എന്തായാലും കമൻസ് ഇടാം. ഉറപ്പായിട്ട് ഈ വീഡിയോ ചെയ്തത് ഇതുകൊണ്ട് തന്നെയാണ്. അന്നേരം എല്ലാവർക്കും എളുപ്പമായിരുന്നു എന്ന് വെച്ചാൽ ഒരിക്കലും എല്ലാവർക്കും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ല ഫിസിക്സിന്റെ പരീക്ഷ. എന്നാൽ ഭയങ്കരം കഠിനമാണോ വെച്ചാൽ ഭയങ്കര കഠിനവുമല്ല. ഏത് പാറ്റേണിൽ വരുന്നതാണ് നിങ്ങൾ തന്നെ നിശ്ചയിക്കുക. എന്തായാലും അടുത്ത പരീക്ഷകൾക്ക് നല്ല പരീക്ഷ ആയിരിക്കട്ടെ, നല്ല ഗംഭീരമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നെവർ എവർ ഗിവ് അപ്പ്.